ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഇപ്പം നമ്മൾ ഏത് കാര്യം എടുത്താലും ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളുമുണ്ട്. സാഹചര്യത്തിനനുസരിച്ച് മനോഭാവത്തിനും മാറ്റം വരും. ശരിക്കും പറഞ്ഞാൽ ഈ വൈവിധ്യമാണ് ഈ ലോകത്തെ ഇത്രയധികം സുന്ദരമാക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ലൈംഗികതയിൽ വികാരം കൂടിയ സ്ത്രീ പങ്കാളിക്ക് ഇഷ്ടപ്പെടുന്ന ചില രീതികളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ ഈ വികാരമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഒരു സാഹചര്യത്തിൽ ഒരു വീട്ടിൽ കഴിയുന്നവർക്ക് പോലും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ മനോഭാവമാണുള്ളത്. ഒരു 30% പേർക്ക് വികാരം നല്ല രീതിയിലുള്ളവരുണ്ട്. എന്നാൽ മറ്റൊരു 30%-നോ അത് തീരെ കുറവുള്ളവരാണ്. ബാക്കി 40% പേർക്ക് ഒരു നോർമൽ രീതിയിലാണുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ബ്രെയിൻ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നോ അതനുസരിച്ചാണ് ഹോർമോൺസിൻ്റെ പ്രവർത്തനം നടക്കുന്നതും വികാരങ്ങൾക്ക് മാറ്റം വരുന്നതും. എന്ന് കരുതി ഇത് കൂടുതലുള്ളവർക്ക് അതിൻ്റേതായ കൺട്രോളിംഗ് പവറും പ്രകൃതിയാൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനോട് ഇച്ചിരി കൂടുതൽ ആഗ്രഹമുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. കാര്യങ്ങളെ പോസിറ്റീവായിട്ട് കാണാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും എനർജറ്റിക് ആയിരിക്കും. സെൽഫ് എസ്റ്റീമും കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഒരു നോർമൽ രീതിയിലുള്ള ആക്ടിവിറ്റീസ് കൊണ്ട് സംതൃപ്തി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. തന്നെയല്ല, ചില ദിവസങ്ങളിൽ അവരുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയൊക്കെ ശക്തമായിട്ടത് ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനി ഏത് സാഹചര്യത്തിലുള്ളവരാണെങ്കിലും ഈ ഒരു കാര്യത്തിന് അവരൊരു പ്രത്യേക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ചിലർക്കാണെങ്കിൽ ചില വെറൈറ്റി രീതിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതിനു പറ്റിയ പങ്കാളിയെ തന്നെ ആയിരിക്കും കിട്ടിയേക്കുന്നതും. ഓരോ മെത്തേഡ് ചെയ്യുമ്പോഴും ചില പ്രത്യേക രീതിയിലായിരിക്കും അവർ പ്രതികരിക്കുന്നതും. നാവ് കൊണ്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ബ്രെയിൻ സിസ്റ്റം ഒരു പ്രത്യേക രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ പെട്ടെന്ന് കൂടുന്നു. അത്രയേറെ നെർവ് എൻഡിങ്സ് അവിടെ ഉണ്ട്. അതുപോലെ ഈ സമയത്ത് വിരലിൻ്റെ പ്രയോഗം, എനിക്ക് തോന്നുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ന്യൂറോൺസിൻ്റെ പ്രവർത്തനത്തെ അത് വളരെയേറെ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എല്ലാ രീതിയിലുള്ള രസങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബ്രെയിൻ സിസ്റ്റം കൊണ്ടാണ്. അതുകൊണ്ട് ഈ സമയത്ത് അത് വളരെ ഫ്രീ ആയിരിക്കണം, റിലാക്സ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഒരേ സമയത്തുള്ള 2 ആക്ഷൻസിൻ്റെ ആ ഒരു പ്രത്യേകതയുണ്ടല്ലോ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള എല്ലാ പങ്കാളികളുടെ ഉദ്ദേശം എന്താണ്? പൂർണ്ണമായ സംതൃപ്തി. അപ്പോൾ എങ്ങനെയെങ്കിലും രതിമൂർച്ചയിലെത്തുക എന്നതിനേക്കാൾ പ്രധാനം ഏത് മാർഗത്തിൽ കൂടി അത് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. മനസ്സെന്ന് പറയുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാകുന്നത്. തന്നെയല്ല, പങ്കാളിയോടാണെങ്കിലും ഒരു സ്നേഹത്തിൻ്റെയും കാമത്തിൻ്റെയും കൂടെ ചേർന്നുള്ള ഒരു ഊർജ്ജമായിരിക്കണം ഉണ്ടാകേണ്ടത്. എന്നുവെച്ചാൽ സ്നേഹം മാത്രം പോരാ, ഒരു ആകർഷണവും കൂടെ വേണം. എങ്കിൽ മാത്രമേ ഈ സമയത്ത് എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ, ഡോപ്പാമൈൻ പോലുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ലൈംഗികതയെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് നന്നായിട്ട് അടുത്തതിന് ശേഷം ബന്ധപ്പെടുന്നതിന് ഒരു രസം തോന്നുന്നത്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സമയങ്ങളിൽ മറ്റ് ബന്ധങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരെ അടുത്തറിയാനും മനസ്സിലാക്കാനും ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു വഴിയായത്. അപ്പോൾ അവരാഗ്രഹിക്കുന്ന സമയത്ത് ആ ഒരു സംതൃപ്തി കിട്ടുവാണെങ്കിൽ അതൊരു വലിയ റിലാക്സേഷനായിരിക്കും. അപ്പോൾ അതിന് കാരണമാകുന്നത് ഏത് ഫാക്ടറാണ്? അതിനോട് അവർക്കൊരു ആകർഷണം തോന്നും. ചിലരെ സംബന്ധിച്ച് എത്ര വെറൈറ്റി ചെയ്താലും ഏതൊക്കെ രീതി ചെയ്താലും ലിംഗം കൊണ്ട് എന്തെങ്കിലും പെരുമാറണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അതുകൊണ്ട് തന്നെ അതിനോടൊരു ആകർഷണം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ രീതിക്കും അതിൻ്റേതായിട്ടുള്ള പ്ലസ് പോയിൻറ്റും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഏത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാഹചര്യം സൃഷ്ടിക്കണം. അതിൻ്റേതായിട്ടുള്ളൊരു ഊർജം വേണം. കാരണം മനസ്സും എനർജിയും ഉണ്ടെങ്കിൽ വെറൈറ്റികളൊക്കെ താനേ വരും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.